ഗായ്സ് ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായിട്ട് എടുക്കുകയാണ്. രാവിലെ പുട്ടും ചിക്കൻ കറിയും പിന്നെ ഹോർലിക്സും. ഞാൻ ആദ്യം ബൂസ്റ്റായിട്ടോ കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മടുത്ത് സ്ഥിരമായിട്ട് കുടിച്ചിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം ഹോർലിക്സിലേക്ക് സ്വിച്ച് ചെയ്ത്. ഹോർലിക്സ് മറ്റേ ചോക്ലേറ്റ് ഇല്ലേ, അതാണ്. അല്ലാതെ മറ്റേ ഗോതമ്പിൻ്റെ എനിക്കിഷ്ടമല്ല. ഇത് കുഴപ്പമില്ല, ടേസ്റ്റ്. ഇവിടെ അടുത്ത് തന്നെ നമ്മുടെ അടുത്തുള്ളൊരു വീട്ടിൽ നാടൻ പാല് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ഡെയിലി, ഞാൻ പ്രഗ്നൻ്റായ അന്ന് മുതൽ പാല് മിസ്സാക്കിയിട്ടില്ല. ഡെയിലി രാവിലെ കുടിക്കും. മുട്ടയും പഴമൊന്നും വലിയ താല്പര്യം എനിക്കില്ലാത്തതുകൊണ്ട് അതൊക്കെ വല്ലപ്പോഴേ ഉള്ളൂ. അപ്പം ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നാത്തൂനും പിള്ളേരും വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോകണം. നമ്മുടെ ഫാമിലിയിലൊരു കല്യാണമുണ്ട്, പിന്നെ പെരുന്നാളുണ്ട്, എല്ലാം കൂടെയാണ്. അപ്പം ഡ്രസ്സ് എടുക്കാൻ പോകണം. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന്. എൻ്റെ ഫേസ് കാണിക്കാത്തത്, ഞാൻ തട്ടമൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഞാൻ കഴിക്കട്ടെ. വേണ്ടിയിട്ട് റെഡി ആയിട്ടെ. എവിടെ നോക്കിയാലും പണിക്കാരാണ്, അതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റണില്ല. ഇപ്പം നമ്മുടെ പുതിയ വീട്ടിൻ്റെ അകത്താണ്. ഷിനാജിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമോ. ഷിനാജ് ഉമ്മാനെ ആക്കാൻ വേണ്ടി പോയി. അയ്യോ, നടന്നു വന്നിട്ടേ കിതക്കുന്നു. പിന്നെ ഉമ്മാനെ ബസ്സിന് വിട്ടിട്ട് ഞങ്ങൾ സ്കൂട്ടിയിലാണ് പോണത്. ഞാനും ബസ്സിന് പോവാമെന്ന് പറഞ്ഞത്, കാരണം ഉമ്മ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഷിനാജ് സമ്മതിക്കുന്നില്ല, കാരണം ഇവിടുത്തെ റോഡ് അത്രക്ക് മോശമാണ്. ബസ്സാണെങ്കിൽ ഇങ്ങനെ പാല് കുറച്ചാണ് പോണത്. ഷിനാജ് പറഞ്ഞാൽ നമുക്ക് സ്കൂട്ടി പോവാം, ഉമ്മാനെ ബസ്സിൽ കയറ്റി വിടാം, എന്നിട്ട് ഒരുമിച്ച് ഡ്രസ്സ് എടുത്തിട്ട് ഉമ്മ തിരിച്ച് ബസ്സിന് വരട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. ഞങ്ങളിനി അവിടെ ഇറക്കിയിട്ട് ഷിനാജ് പള്ളിയിൽ പോകും വെള്ളിയാഴ്ചയിൽ നിന്ന്. എന്നിട്ട് പിന്നെ വന്നിട്ടായിരിക്കും എനിക്കെടുക്കുന്നത്. ഉമ്മാക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഉമ്മാനെ ഇങ്ങോട്ട് വിടും, എന്നിട്ട് എനിക്ക് എടുക്കാൻ പോകും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ എന്തായാലും പോട്ടെ. ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതും ഷിനാജിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ടതാണ്. കാരണം സമ്മതിക്കത്തില്ല ഗൈസ്, ലിപ്സ്റ്റിക്ക് ഒന്നും ഇപ്പോൾ ഇടാൻ വേണ്ടാന്ന് പറയും. അഥവാ സമ്മതിച്ചാലും വീഡിയോ പർപ്പസിന് മാത്രം സമ്മതിക്കും, അപ്പം തന്നെ തുടച്ച് കളയും. ഇപ്പം ഞാൻ മുഖം വല്ലാണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് ഇടാണ്ട്, അപ്പം ഞാൻ ഇട്ടതാണ്. കണ്ണിൻ്റെ അടിയിലൊക്കെ കണ്ട കറുപ്പ് വന്ന് ഈ ചുരിദാറേ ഉള്ളതെന്ന് നിങ്ങൾ വിചാരിക്കും. ചുരിദാർ അത്രക്കും കംഫർട്ടബിളാണ് ഇടുക, അതുകൊണ്ടാണ്. ഷിനാജ് വരുന്നുണ്ട്, അപ്പം ഞാൻ പോട്ടെ. അതിൻ്റെ അകത്തുള്ള കണ്ടിട്ടില്ല കേട്ടോ. കണ്ട് പോട്ടെ. എൻ്റെ പുതിയ ചെരുപ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രാവശ്യം നമ്മൾ സാമിയയിലാണ് കേട്ടോ പോണത്. പ്രാവശ്യം വസന്തത്തിൽ സാമിയിൽ കളക്ഷൻസ് ഇല്ല സാരിക്കൊന്നും. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞെന്ന് തോന്നല, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഉമ്മാൻ്റെ സ്വന്തം ചേട്ടത്തിയുടെ മകളുടെ കല്യാണമാണ്. അപ്പോൾ ഉമ്മാക്ക് സാരി എടുക്കണമല്ലോ, അതുകൊണ്ടാണ് കൂടുതലും ഉമ്മാനെയും കൂട്ടി വന്നത്. ഉമ്മ കുറേ പറഞ്ഞു, നിങ്ങൾ പോയി എടുത്താൽ മതി, ഫോട്ടോ അയച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുത്താൽ മതി എന്നൊക്കെ. പക്ഷേ ഉമ്മ അങ്ങനെ എല്ലാ മെറ്റീരിയലും സാരി കൊടുക്കുന്ന ഒരാളല്ല. ഉമ്മാക്ക് തലയെ കിടക്കുന്ന മെറ്റീരിയൽ ആയിരിക്കണം, തുണി അങ്ങനത്തെ ആയിരിക്കണം. ഇനി ഞങ്ങൾ പോയി നോക്കിയിട്ട് തുണി നന്നായില്ലെങ്കിൽ പിന്നെയും കൊണ്ട് മാറണ്ടേ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഉമ്മാനെയും കൊണ്ട് വരാമെന്ന്. അങ്ങനെ പിന്നെ വന്നതാണ്. വസന്തത്തിലാട്ടോ വന്നത്. സാമിയിലാണ് എപ്പോഴും പോകുന്നത്, പക്ഷേ അവിടുന്ന് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാറില്ല. 2-3 വട്ടം ഉമ്മാക്ക് സാരി എടുക്കാൻ പോയിട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനൊരു മനസ്സില്ലാത്തതുകൊണ്ട് എന്തായാലും വസന്തത്തിലൊന്ന് കയറി നോക്കാം, നല്ലത് കിട്ടുമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാമെന്നുള്ളൊരു ഇതിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു 3-4 സാരിയൊക്കെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടു. ഉമ്മാക്കാണെങ്കിൽ ഇഷ്ടപ്പെടുന്നതെല്ലാം പച്ച കളർ സാരിയാണ്. ഉമ്മാക്കാണെങ്കിൽ ഉള്ളതിൽ കൂടുതലും പച്ച കളർ സാരിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇല്ലാത്ത കളർ നോക്കിയെടുക്കുക, വെറൈറ്റി എടുക്കുന്നത്. അപ്പോൾ അത് ഈ ചേച്ചി ഇപ്പോൾ കൊണ്ടുവന്നിട്ട് കൊടുത്ത ആ ഡാർക്ക് ഗ്രീൻ കണ്ട, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇഷ്ടപ്പെട്ട്. ഉമ്മാക്കും അത് ഇഷ്ടപ്പെട്ട്, കുഴപ്പമില്ല, നല്ല മെറ്റീരിയലാണെന്നൊക്കെ പറഞ്ഞ്. ഷിനാജ് അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ സാരി പൊക്കിയിട്ട് ഞാനിത് കൊള്ളാവോ, ഇത് നല്ലല്ലേ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ മെറ്റീരിയൽ തലയിൽ കിടക്കുവാന്ന് നോക്കണമല്ലോ, അതിനാണ് ഈ തലയിലിട്ട് നോക്കുന്നത്. എനിക്ക് സാരി നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ചോദിക്കുന്നത് ഇതും ഒരു പച്ചയുടെ വർഗ്ഗത്തിൽ പെട്ടതല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ബ്രിക്ക് ഓറഞ്ചൊക്കെയാണ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ പോയത്. കാരണം ആ കളറൊന്നും ഉമ്മാക്കില്ല, അപ്പോൾ ഇല്ലാത്ത കളറല്ലേ നമ്മൾ എടുക്കേണ്ടത്. പക്ഷേ എങ്ങനെയൊക്കെയോ വീണ്ടും വന്ന് പച്ചയിൽ പെട്ടു. പക്ഷേ ഇല്ലാത്തൊരു പച്ചയാണ് കേട്ടോ. ഈ 3 സാരി പിന്നെ നമ്മളെടുത്ത ആ പച്ചയും കൂടെയാണ് ഫൈനൽ ലിസ്റ്റിൽ വെച്ചത്. എന്തായാലും ഇത് തന്നെ സെലക്ട് ചെയ്തെടുത്ത് ഇനിയിപ്പോൾ ഇതിന് ബ്ലൗസ് പീസ് മുറിക്കണം. ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞു കേട്ടോ, സമയമൊന്നും എടുത്തില്ല. എനിക്കൊന്നൊരു 5-10 മിനിറ്റിൽ നമ്മൾ സാരി സെലക്ട് ചെയ്ത്. അപ്പോൾ സമയം 12:30 പോലും ആയിട്ടില്ലായിരുന്നു. നമ്മളൊരു 12:15 ആയപ്പോഴത്തേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഉമ്മാക്ക് എടുത്തു കഴിഞ്ഞല്ലോ. ഞാൻ എന്തായാലും എനിക്കുള്ള ഡ്രസ്സ് ഇവിടെ നല്ല എടുക്കുന്നത് ബൊട്ടീക്കിൽ നോക്കാമെന്ന് വിചാരിച്ച, കാരണം എനിക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ളൊരു താല്പര്യം വന്നില്ല. അപ്പോൾ നേരെ ബ്ലൗസ് പീസ് മുറിക്കാൻ വേണ്ടിയിട്ട് പോയി. ആ പച്ച കളർ തന്നെ ബ്ലൗസ് പീസ് മതിയെന്നാണ് ഉമ്മ പറഞ്ഞത്. പക്ഷേ റെഡിൻ്റെ, അതായത് അതിൻ്റെ ആ കര വരുന്നത് റെഡ് കളറല്ലേ, അപ്പോൾ ആ കളർ ബ്ലൗസ് ആകുമ്പോഴല്ലേ ആ സാരിയുടെ ഒരു ഭംഗി നമുക്ക് എടുത്തറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു റെഡ് എടുത്താൽ മതിയെന്ന് പറഞ്ഞു. അവിടെ നിന്ന ചേച്ചിമാരും പറഞ്ഞ് റെഡ് തന്നെ മതിയെന്ന്. അങ്ങനെ ബ്ലൗസ് പീസൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തോട്ട് വന്ന് മാക്സി നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും പെരുന്നാളല്ലേ, പെരുന്നാളിന് ഇടാൻ വേണ്ടിയിട്ട് പുതിയ മാക്സി വേണ്ടേ. അങ്ങനെ ഇവിടെ നോക്കി. ഉമ്മാക്കാണെങ്കിൽ എടുത്തിടുന്ന ഒന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ആ ഗ്രീൻ കളറും, അതായത് ആ പിസ്ത ഗ്രീൻ ഇല്ല, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഉമ്മാക്ക് അങ്ങനത്തെ കളറൊന്നും ഇഷ്ടമല്ല. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മാക്സിയാണ് കേട്ടോ. പിന്നെ അതാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഷിനാജിന് പള്ളിയിൽ പോകാൻ സമയമായി. എനിക്ക് ഉമ്മാക്കാണെങ്കിൽ ചെറിയ വിശപ്പും തുടങ്ങി. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ, ഇടക്കിടക്ക് വിശക്കും. അപ്പം ഞങ്ങളോട് പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ പോയിരുന്നു, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ കണ്ടൊരു കടയിൽ നിന്ന് ഞാൻ ലൈമും മീറ്റ് കഴിച്ചു. ഉമ്മ ഒരു ചായയും അടയും കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്കൊരു ആശ്വാസമായത്. പിന്നെ ഒരു 10-20 മിനിറ്റോളം നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന് കേട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന്, വീട്ടിൽ ഫുഡൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഷിനാജ് പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം ഉമ്മാനെ വീട്ടിലേക്ക് ബസ് കയറ്റി വിടാൻ. അതാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ വെയിറ്റ് ചെയ്തത്. ഷിനാജ് ജുമായൊക്കെ കഴിഞ്ഞിട്ട് 1:30 ആയപ്പോൾ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഞാനും ഉമ്മയും വെറുംചോറും സാമ്പാറും മീൻ പൊരിച്ചൊക്കെയാണ് കഴിച്ചത്. ഷിനാജ് ബിരിയാണിയും. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഉമ്മാനെ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഉമ്മാക്ക് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും പുറത്തുകൂടെ നടക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നത് നോക്കി ആൾ വെയിറ്റ് ചെയ്യാഞ്ഞത്. ഞങ്ങളടുത്ത് പറഞ്ഞ് എൻ്റെത് കഴിഞ്ഞില്ല, ഞാൻ പോകുകയെന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ നിന്ന്. അങ്ങനെ എനിക്ക് ചുരിദാർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെഹന്തിയിൽ കയറിയതാട്ടോ. മണ്ണാർക്കാട് എന്നുള്ളൊരു ഷോപ്പാണ്, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും. ഞാൻ നാത്തൂനൊക്കെ മിക്കപ്പോഴും ഇവിടെ നിന്നാണ് എടുക്കാറ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട 2 എണ്ണമാണ് കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. ഫസ്റ്റ് ആ പിസ്ത ഗ്രീനും പിന്നെ ഈ ബ്ലാക്ക് കളറുമാണ് എനിക്ക് ആകെ അവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിസ്ത ഗ്രീൻ്റെ കഴുത്തിനൊരു വശപ്പശക്ക് തോന്നി. പിന്നെ എൻ്റെ സൈസും അല്ല, ലാർജാണ്. ലാർജൊന്നും എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഇനി മുന്നോട്ടും എനിക്ക് പറ്റുവാന്ന് നോക്കണ്ടേ. ഇതാണെങ്കിലും എനിക്ക് പാൻറ്റിന് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു ബ്ലാക്ക്. അങ്ങനെ ഈ ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ ഞാൻ എടുത്തത്. കുഴപ്പമില്ല, റേറ്റിന് വേർത്തായിട്ട് തോന്നി എനിക്ക്. ഞാൻ പിന്നെ സൈഡിൽ സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാറാണ് കേട്ടോ നോക്കിയെടുത്തത്. ഇപ്പോൾ വയറും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ കംഫർട്ടബിളും ഇടുമ്പോൾ വൃത്തിയും അതാണല്ലോ. അപ്പോൾ 1400 കേട്ടോ എൻ്റെ ചുരിദാറിൻ്റെ റേറ്റ് വന്നത്. എനിക്കില്ലാത്തൊരു കളറാണ് സ്കൈ ബ്ലൂ. പിന്നെ ഓവർ വർക്കൊന്നും വരുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അങ്ങനത്തെ സിമ്പിൾ ഞാൻ എടുത്തത്. ഓവർ ഹെവി വർക്ക് വരുന്ന പാർട്ടി വെയർ ചുരിദാർ ഞാൻ എടുത്താലും പിന്നീട് ഉപയോഗിക്കത്തില്ല. പിന്നെ ഇത് കല്യാണമല്ലേ, അങ്ങനത്തെ ഇട്ടല്ലേ പറ്റത്തുള്ളൂ എന്നോർത്ത് എടുത്തതാണ്. അങ്ങനെ നമ്മളത് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഉമ്മായും മൂത്തമ്മായും കൂടെ നമ്മുടെ വീട് പണി നടക്കുന്ന അവിടെ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് 3-4 ചേട്ടത്തിമാരും അനിയത്തിമാരൊക്കെ ഉണ്ട്. അതിലൊരു ഏട്ടത്തിയാണ് കേട്ടോ. അപ്പോൾ ആൾ വയനാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ നമ്മുടെ വീട് പണി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. മേമാട് അവിടെയാണ് ആൾ നിൽക്കുന്നത്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ കണ്ണിലോട്ടൊക്കെ തെറിക്കും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കരിക്ക് ഷിനാജ് തലേ ദിവസം എവിടെയോ പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുടിക്കാൻ മറന്നുപോയി. അപ്പം വന്ന് കയറിയപ്പോൾ ഞാൻ കുറച്ച് ടയേർഡായി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കരിക്ക് പൊട്ടിച്ച് ഞാൻ കുടിക്കട്ടെ എന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ആയിട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുമ്പോഴത്തേക്കും നല്ലൊരു തരിപ്പും തണുപ്പും എല്ലാം കൂടെ വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അതാണ് ലൈവായിട്ട് അവിടെ നിന്ന് കുടിക്കാതെ ഇങ്ങനെ പാഴ്സൽ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാവം അതൊക്കെ എനിക്ക് വെട്ടിത്തന്ന്. എപ്പോഴൊന്നും കുടിക്കാറില്ല കേട്ടോ. കരിക്ക് നല്ലതാണെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രഗ്നൻസിയിൽ. ഇടക്കൊക്കെ കുടിക്കും. കണ്ടിന്യൂസ് ഡെയിലി കുടിക്കാൻ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്. എടുത്ത സാരിയൊക്കെ ഉമ്മ മൂത്തമ്മാനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ വണ്ടൂരോട്ട് പോയി. നാത്തൂനെയും പിള്ളേരെയും വിളിക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. അപ്പോൾ ഷിനാജ് പോയപ്പോൾ ഞാനും കൂടെ കയറിയതാണ്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ വണ്ടി നിർത്തി റിലാക്സ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ പോണ വഴി ഷിനാജിനുള്ള ഷർട്ടും അവിടെ കണ്ടൊരു കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നാത്തൂനും പിള്ളേർക്കും ഇന്ന് വരാനൊരു പ്ലാൻ ഇല്ലായിരുന്നു. അവരിതിൻ്റെ പിറ്റേ ദിവസം വരാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. അപ്പോൾ അല്ലൂനും അസുഖമൊക്കെ ഒരേ നിർബന്ധം വീട്ടിലേക്ക് വരണമെന്ന്. അപ്പോൾ ഷിനാജ് അവരെ വിളിക്കാൻ വേണ്ടി പോകാൻ നിന്നപ്പോഴാണ് ഇവരും കൂടെ വരുന്നെന്നുള്ള പ്ലാനായത്. അപ്പോൾ അളിയൻ പറഞ്ഞു ഇങ്ങനെ വേറെ എല്ലാവരും കൂടെ പല ദിവസം പോകാൻ നിൽക്കാതെ ഒറ്റ ദിവസം വണ്ടി എടുത്ത് പോയിക്കൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ കാറിൽ ഇവർക്ക് വരണമെങ്കിൽ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണമല്ലോ. അതിനാണ് ഞാൻ ഷിനാജും കൂടെ പോയത്. എന്തിനാ വരുന്നത് അങ്ങോട്ട്? വിരുന്ന് വരുക? ഇനി എപ്പോഴാണ് തിരിച്ചു പോരുന്നത്? നാളെ തന്നെ പോരും. ഈ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അല്ലേ നിനക്ക് സുഖ? അപ്പുക്കുട്ട നിക്കറ കേറിയ അതുകൊണ്ടാണ് നീ ഇറങ്ങിയിട്ടില്ല, വാങ്ങിയിട്ട്. പിന്നെ അസ്വ ഇപ്പം എപ്പോൾ കണ്ടാലും ഓടി വന്ന് ഫസ്റ്റ് എൻ്റെ വയറിനൊരു ഉമ്മ തരും. എന്നിട്ടേ ആൾ പിന്നെ ബാക്കി വർത്താനത്തിന് നിൽക്കത്തുള്ളൂ. അപ്പം നാത്തൂൻ്റെ അവിടെ നിന്ന് ബിരിയാണി ആയിരുന്നു, കുറച്ച് ബാക്കിയുണ്ട്. അതിന് പാഴ്സൽ അങ്ങോട്ട് കൊണ്ടുപോകണ്ടല്ലോ, നീയും ഷിനാജും കൂടെ കഴിച്ചോന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്ലേറ്റിലെടുത്ത് ഷിനാജിനും വാരി കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ച്. അങ്ങനെ ഞങ്ങളതേ വീട്ടിലേക്ക് പോകുവാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ അവരൊക്കെ റെഡിയായിട്ട് പിന്നെ അപ്പം തന്നെ ഇറങ്ങിയിട്ടാ. കുറേ ടൈമൊന്നും എടുത്തില്ല, കാരണം നമുക്ക് തിരിച്ച് അവിടെ എത്തണമല്ലോ. നല്ല മഴക്കാറുണ്ടായിരുന്നു, മഴ പെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ച്. പക്ഷേ മഴയൊന്നും പെയ്തില്ല. പോകുന്ന വഴി ഈ ഒരു
കഫേ കയറി കേട്ടോ. കൊച്ചുവിന് കയറണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധം പിടിച്ച് കയറിയതാണ്. കാരണം എപ്പോഴും ഈ റൂട്ട് പോകുമ്പോൾ ഇവൻ പറയും ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാം. സംഭവം നല്ല വൈബാണ്. ചക്കയും മാങ്ങയൊക്കെ ഇങ്ങനെ താഴത്താണ് പിടിച്ച് കിടക്കുന്നത്. പിന്നെ ഇതേപോലെ നല്ലൊരു അന്തരീക്ഷവും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു കഫേയാണ് സംഭവം. അയ്യേ വലിയ കുട്ടിയായി വൈജ്. അവിടെ നിന്ന് കുറച്ച് ബിരിയാണി കഴിച്ചുകൊണ്ട് വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രോസ്റ്റും പിന്നെ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ട് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയം കൊണ്ട് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന് നല്ലോണം ഊഞ്ഞാലാടി റിലാക്സ് ചെയ്ത് അങ്ങനെ ഫുഡ് വന്ന് കുബൂസും ബ്രോസ്റ്റും പിന്നെ ലൈമും എന്തോ വെറൈറ്റി ലൈമൊക്കെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ വിശപ്പില്ലാത്തതുകൊണ്ട് ആകെ ഞാൻ ഒരു ചെറിയ ലെഗ് പീസ് മാത്രമാണ് കഴിച്ചത്. പിന്നെ എനിക്ക് ബ്രോസ്റ്റിനോടും മന്തിയോടും അൽഫാമിനോടൊന്നും പൊതുവേ ഈ സമയത്ത് താല്പര്യമില്ല. അതുകൊണ്ട് കഴിക്കാനും വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു. കൂടുതൽ ഇത് കഴിക്കാൻ കയറാൻ കാര്യം ഉച്ചക്ക് നമ്മൾ വീട്ടിലൊന്നും കുക്ക് ചെയ്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ വൈകുന്നേരത്തിന് ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഇനി ഒന്നും കുക്ക് ചെയ്യാണ്ട് ഒറ്റക്ക് ഞങ്ങൾ എന്തായാലും പോകുമല്ലേ, എന്തായാലും പാഴ്സൽ വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ ബ്രോസ്റ്റ് കഴിച്ച് ഉമ്മാക്കുള്ള പാഴ്സലും വാങ്ങി നമ്മൾ വീട്ടിലെത്തി. ഇനിയിപ്പം എല്ലാവരും കിടക്കാൻ പോവാണ്. ഇവർക്ക് കിടക്കാനുള്ള സെറ്റപ്പാട്ട് എല്ലാവരും ചോദിക്കുമല്ലോ ഇവർ വന്നാൽ എങ്ങനെ കിടക്കുമെന്ന്. ഇതേപോലെ ബെഡ് നിരത്തിയിട്ട് നീളത്തിൽ അങ്ങനെ കിടക്കും. ചാക്കിലിരിക്കുന്നതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള കൊറിയറാണ് കേട്ടോ. സത്യം നമുക്ക് വെക്കാനൊന്നും സ്ഥലമില്ല. എന്ത് ചെയ്യാനാണ്. ഇൻഷാ അല്ലാഹ് പുതിയ വീട്ടിലേക്ക് കയറുമ്പം എല്ലാം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.